വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഫലം വരാൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. ഇന്ന് മെയ് 1 സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുന്നു. എല്ലാവർക്കും തൊഴിലാളി ദിനാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങാം. 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് ഇനി 4-ാം തീയതി ഫലം വരും. 3-ാം തീയതി രാത്രിയാകുമ്പോൾ എല്ലാ പാർട്ടികളുടെയും ചങ്കിടിപ്പ് അതിഭീകരമായി കൂടുകയാണ്. ബംഗാളിലാണ് നമ്മൾ പല ആൾക്കാരും, എനിക്ക് തോന്നുന്നു കേരളത്തിനെക്കാട്ടിലും ഇവിടെയുള്ള സഹാക്കന്മാർ കാത്തിരിക്കുന്ന ബംഗാളാണ് കേട്ടോ. ബംഗാളിലെ ഫലം അറിയാനാണ്. കേരളത്തിലെ എക്സിറ്റ് പോളുകളൊക്കെ വരുമ്പോഴും വലിയ ഇതൊന്നുമില്ല, എങ്കിലും ബംഗാളിൽ അറിയണം. അതാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും ടേക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച കാണുകയായിരുന്നു. അതിനകത്ത് അജിംസ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനിൽ നിന്ന് പറയുകയാണ്, BJP ബംഗാളിൽ വന്നാൽ ബംഗാൾ നരകമാകുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക് ബിജേട്ടാ, ബംഗാൾ ഇപ്പൊ ന്യൂയോർക്കാണോ? ബംഗാളിൽ ഭരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാനാണോ? അവിടെ നിയോം സിറ്റി പണിതുകൊണ്ടിരിക്കുകയാണോ ബംഗാളിൽ? എനിക്കറിയില്ല. അയാൾ പറയാണ് നരകമാകുന്നു. എന്നിട്ട് ഞാൻ ഈ 2017 മുതലുള്ള ബംഗാളിലെ റയറ്റ്സ് എടുത്ത് നോക്കി. 2017 ഒരു റയറ്റ്, 2018 ഒരു റയറ്റ്, 2021 റയറ്റ്, 2025 റയറ്റ്, 2024 റയറ്റ്. അങ്ങനെ കലാപത്തിന്റെ പൂരമാണ്. അവിടെ ഹിന്ദുക്കളുടെയൊക്കെ തല വെട്ടി ഉരുട്ടുകയാണ്. അപ്പോ ആ ബംഗാളാണ് നരകമാകുമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി വന്നിട്ടുണ്ടായിരുന്നു. മമതാ ബാനർജി പറയുന്നത് ഈ EVM മെഷീൻ അട്ടിമറിക്കാൻ ശ്രമിച്ചു, ഈ ബാലറ്റ് പേപ്പർ അട്ടിമറിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഞാൻ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണെന്ന് പറഞ്ഞ വലിയൊരു ഹൈ വോൾട്ടേജ് നാടകമൊക്കെ നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ മമതാ ബാനർജിയെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല, 7 സ്ട്രോങ് റൂമുകളും സേഫ് ആണ്. സുവേന്ദു അധികാരിയെയും വിളിച്ചു, മമതാ ബാനർജിയും വിളിച്ചു, അത് കാണിച്ചു, ഇത് സേഫ് ആണ്. നിങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് സ്ട്രോങ് റൂമിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞ് അതിനെ പൊളിച്ചടുക്കി കൈ കൊടുത്തു. പിന്നെ വേറൊരു വാർത്ത വരുന്നത് 77 പോളിംഗ് ബൂത്തുകളിൽ റീപോളിംഗ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഡയമണ്ട് ഹാർബർ പോലുള്ള പോളിംഗ് ബൂത്തുകൾ മണ്ഡലങ്ങളിലാണ് റീപോളിംഗ് ഉണ്ടാകുമെന്ന് പറയുന്നത്. അവിടെ BJPയുടെ ഈ അറിയാലോ, ഈ ടേപ്പ് കെട്ടി BJPയുടെ ചിഹ്നം മറച്ചു എന്നുള്ള വലിയ ആരോപണം ആ സമയത്തെ വന്നായിരുന്നു. അതിപ്പോ ചൂട് പിടിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. പക്ഷെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബംഗാളിൽ 2021 നമ്മൾ ബംഗാളിലെ ഇത് പരിശോധിക്കുകയാണെങ്കിൽ 2021 ബംഗാളിൽ വെസ്റ്റ് ബംഗാൾ പോസ്റ്റ് പോൾ വയലൻസ് എന്ന് പറഞ്ഞ വലിയൊരു കലാപം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല ജില്ലകളിലും വ്യാപകമായിട്ടുള്ള ആക്രമണമാണ് അവിടെ ഉണ്ടായത്. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. പല ജില്ലകളിലും വ്യാപിച്ചു, ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ആ സമയത്ത് പുറത്തു വന്നതാണ്. ഇപ്പോ ഇലക്ഷൻ കഴിയുമ്പോഴും ഒരു വലിയൊരു കലാപത്തിന്റെ സാധ്യത ബംഗാളിൽ, ആ ഒരു കലാപത്തിന്റെ നിഴലുകൾ അല്ലെങ്കിൽ ആ ഒരു കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്നാണ് പല വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. അമിത്ഷാ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പോകില്ല, ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷണത്തിന് ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ TMC രണ്ടും കൽപ്പിച്ചിറങ്ങാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ബംഗാളിൽ BJP അധികാരത്തിൽ വന്നാലും വന്നില്ലെങ്കിലും വീണ്ടും ഒരു കലാപം ബംഗാളിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ് അവർ ഉണ്ടാക്കുമോ? അത് സാധ്യമാണോ? അതിനൊരു 99% സാധ്യതയുണ്ട്. കാരണം 2021 തെരഞ്ഞെടുപ്പിന് ശേഷം 58 പേരാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമായ. മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടില്ല. അത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ കൊച്ചു ബീഹാറിൽ 9 പേരാണ് പോലീസ് വെടിവെപ്പിൽ ബൂത്ത് പിടിക്കാൻ വന്നവരെ വെടിവെച്ച് ഓടിച്ചതിൽ 9 പേരാണ് കൊല്ലപ്പെട്ട ആ കലാപത്തിൽ. അതിനുശേഷം ഒരു കുടുംബത്തിലെ 11 പേരെ ഗ്യാസ് പൊട്ടിച്ചിട്ട് ആ വീട്ടിലിട്ട് ചുട്ടുകൊന്നു. പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ പലായനം ചെയ്തു ആസാമിലേക്ക്. അങ്ങനെ 58 മരണം ഔദ്യോഗികമായിട്ടാണ് ഞാൻ പറയുന്നത്. നാദിയ ഉൾപ്പെടെയുള്ള ഈ വെസ്റ്റ് ബംഗാളിന്റെ ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് നടക്കുന്ന ജില്ലകളിലൊക്കെ ഉണ്ടായ സാധനം. ഇത് സർക്കാർ വിട്ട കണക്കാണ്. അപ്പൊ ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും സർക്കാർ വിടാത്ത കണക്കുകൾ എന്നുള്ളത് മറ്റൊന്ന്. 30 ലക്ഷം പേരെ കൊലപ്പെടുത്തി അത് 25 ജ്യോതിബാസു സംബന്ധിച്ച ഒരു സംസ്ഥാനം കൂടാണ് വർഷങ്ങൾക്ക് ശേഷം. ചില ഭാവിയിൽ വരുമായിരിക്കാം. ഏതായാലും ബംഗാളിൽ BJP അധികാരത്തിൽ വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ തകർച്ച നേരിടാൻ പോകുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഹോട്ടലുകളായാലും മറ്റുള്ളവർക്കായാലും പണിക്ക് വന്നിരിക്കുന്ന മുഴുവൻ ബംഗാളികളാണ്. BJP അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. അവരുടെ സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നും തന്നെ എങ്ങും പണിക്കാരും പോകാറില്ല. അവര് കാലങ്ങളായിട്ട് ഗുജറാത്ത് ഭരിക്കാറുണ്ട്. ഒരു ഗുജറാത്തിയെ പോലെ ഈ നാട്ടിൽ കേരളത്തിൽ പണിക്ക് വന്ന് നിൽക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ റെസ്റ്റോറന്റുകളുണ്ട്, അവരുടെ കയർ ബിസിനസ് ഉണ്ട്. ആലപ്പുഴയൊക്കെ അവരുടെ ഗുജറാത്തി കോർണർ തന്നെ ഉണ്ട്. അവര് ബിസിനസിനൊക്കെ വേണ്ടി കേരളത്തിലേക്ക് വരാറുണ്ടവരും പഞ്ചാബീസൊക്കെ, പക്ഷെ പണിക്ക് വേണ്ടിയിട്ട് വരാറില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ബംഗാൾ BJP പിടിക്കുന്നതോടുകൂടി കേരളത്തിൽ നമുക്കൊക്കെ പൊറോട്ട അന്യം നിന്ന് പോകുമോ എന്നുള്ളതാണ്. പൊറോട്ടയുടെ ഒരു വലിയൊരു ഇത് വന്നിട്ട് ബംഗാളിൽ നിന്നാണ്. പക്ഷെ അത് നിന്ന് പോകാൻ സാധ്യത. കാരണം ഇതേപോലെ തന്നെ ആയിരുന്നു ബീഹാറിലും UP ഇവർ കയറിയതിനു ശേഷം ഈ SC/ST പെൺകുട്ടികൾക്ക് 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലോൺ കൊടുക്കുമായിരുന്നു. അങ്ങനെ അവരെല്ലാം ഓരോ കുടിൽ വ്യവസായങ്ങളും മറ്റുള്ളതൊക്കെ നടത്തി യുവാക്കളായാലും അങ്ങനെ അവരുടേതായ മേഖലയിലേക്ക് കടന്നു കയറുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അതല്ലാത്തതുകൊണ്ട്
കാരണം നമ്മൾ ഇന്നലെ തന്നെ അതിന്റെ ഒരു സംഘർഷത്തിന്റെ ലാഞ്ചന കണ്ടു. നമ്മൾ ഇന്നലെ ഒരുപാട് വിഷ്വൽസ് കണ്ടു. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. ഒരു റോഡിന്റെ നടുക്ക് ഒരു ഗുണ്ട ഒരു കസേര ഇട്ടിരിക്കുന്നു, അതുവഴി ആരെയും കടത്തിവിടുന്നില്ല, ആരും വോട്ട് ചെയ്യാൻ പോകണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് CRP എത്തുന്നു, CRPF എത്തുന്നു, ഇയാളെ പറഞ്ഞു വിടുന്നു, അവിടുന്ന് കസേരയൊക്കെ തല്ലി പിടിച്ച് ദൂരക്കളഞ്ഞു. പിന്നീട് വീട് വീടാന്തരം കയറി ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങളെ കൊന്നുകളയും എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു യുവതി ചോദിക്കുന്നത് കണ്ടു, ഞങ്ങളിപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുമോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും വളരെ സമാധാനപൂർണ്ണമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വലിയ അടിയും പിടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും എല്ലാ തവണയും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴാണ് സംഘർഷം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ഈ തോക്കുമ്പോഴാണല്ലോ ബഹളം ഉണ്ടാക്കുന്നതെന്ന്. ജയിച്ചാലും ഇവരുണ്ടാക്കും. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, 2021 തൃണമൂൽ കോൺഗ്രസ് ആണ് ജയിച്ചത്. പക്ഷെ BJPയുടെ ഹിന്ദുക്കൾ താമസിക്കുന്ന ഏരിയകൾ മുഴുവൻ ഇവർ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കൊലപാതകം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ ജയിച്ചാലും തോറ്റാലും ഇവർ ആക്രമണത്തിന് റെഡിയാണ്. പക്ഷെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP അധികാരത്തിലേക്ക് വരികയാണ് എങ്കിൽ സ്വാഭാവികമായി തന്നെ അവരുടെ കയ്യിൽ കുറെ കണക്കുകളുണ്ട്. കാരണം ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, കുറഞ്ഞത് ഒരു 10 വർഷം, 2019 മുതൽ അവരനുഭവിക്കുന്ന യാതനകൾ, അവരുടെ ആളുകൾക്കുള്ള മനോവിഷമം, ഇവരുടെ ഗുണ്ടായുസം, ഇതിനെതിരെ അവർ തിരിച്ചടിക്കാൻ ഒരു തക്കം പാർത്തിരിക്കുകയാണ്. അതിന്റെ ലാഞ്ചനകളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നലെ മിനിഞ്ഞാൽ നമുക്ക് കണ്ടത്. അടിക്ക് തിരിച്ചടി കൊടുത്ത് തുടങ്ങിയിരിക്കുന്നവർ. അപ്പോൾ അവർ ജയിച്ചാലും അടിയുണ്ടാകും, ഇവർ തോറ്റാലും അടിയുണ്ടാകും, ഇനി ഇവർ ജയിച്ചാലും അടിയുണ്ടാകും. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ പറഞ്ഞിരുന്നു, ഇലക്ഷന്റെ കൗണ്ടിംഗ് ദിനം, ആ ദിനത്തിന് മുന്നോടിയായിട്ട് 70,000 സൈനികരെ കൂടി ഉടൻ വിന്യസിക്കണം, കൂടുതൽ കമ്പനികൾ അവിടെ വിന്യസിക്കണം എന്ന് പറഞ്ഞ് 70,000 സൈന്യത്തെ ഇപ്പോൾ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നത് ഈ വോട്ടെണ്ണലിന്റെ ദിനം മാത്രമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന സൈനികർ ഇത് കൂടെ ചേർക്കുമ്പോൾ അതിന് 3,20,000 പേരുണ്ട്. ഈ സൈനികർ തോക്കും ലാത്തിയും മാത്രമല്ല, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വളരെ ആത്മസംയമനത്തോടു കൂടി തന്നെയാണ് നമ്മുടെ സൈന്യം ഈ ആളുകളോട് പെരുമാറിയിരുന്നത്. അതായത് ബഹളം ഉണ്ടാക്കുന്നവരോടൊക്കെ തന്നെ അവരെ ഉപദേശിക്കുകയും ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റിവിടുകയും ഒക്കെ ചെയ്യുന്ന വളരെ സൗമ്യമായ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സൗമ്യത ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്. കാരണം അതൊരു ലഹളയുടെ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള സൗമ്യതയ്ക്ക് അവിടെ സാധ്യതകൾ കുറവാണ്. ഏതായാലും കലാപം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എത്രത്തോളം ഭയാനകമായിരിക്കും, ഇല്ലെങ്കിൽ അതിന്റെ തോത് എത്രത്തോളം കുറവായിരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കണ്ടുവരുന്നത്. കാരണം ഇത്രത്തോളം ഒക്കെ സൈന്യവും മറ്റുമൊക്കെ അവിടെ ഉള്ള സ്ഥിതിക്കും ഏതാണ്ട് 2 മാസത്തോളം സൈന്യം അവിടെ ഉണ്ടാകുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൈന്യം അവിടെ ഉള്ളതുകൊണ്ട് വലിയ സംഘർഷത്തിന് സാധ്യത കുറവാണ്. എങ്കിലും സംഘർഷം ഉണ്ടാകും. കാരണം വെസ്റ്റ് ബംഗാളിന്റെ രീതി അതാണ്. മമതയാണ് തോറ്റുപോകുന്നതെങ്കിൽ സംഘർഷത്തിന്റെ വ്യാപ്തി കൂടും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു 10-30% ന്യൂനപക്ഷങ്ങളുണ്ട്. ആ ന്യൂനപക്ഷത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിംസ് ആണ്. അവരെ കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആക്രമണം നടത്തിച്ചിരുന്നത്. സുവേന്ദു അധികാരി പറഞ്ഞില്ല, അദ്ദേഹത്തെ തടഞ്ഞതുമൊക്കെ ഈ കുടിയേറിയ മുസ്ലിംസ് ആണ് തടഞ്ഞതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഹിന്ദു മുസ്ലിം സംഘർഷത്തിന് സാധ്യത, ഒരു വലിയ വർഗീയ ചേരിതിരിവിന് സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ ഹിന്ദുക്കൾ കാലാകാലങ്ങളായിട്ട് വലിയ രീതിയിൽ മർദ്ദനങ്ങളും ഇല്ലെങ്കിൽ ഈ സംഘർഷത്തിന്റെ ഒക്കെ ഇരകളാക്കപ്പെട്ടവരാണ്. ഒരുപക്ഷെ അവരിനിയും അങ്ങനെ അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. അവർ പ്രതിരോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഏതായാലും മെയ് 4 സംബന്ധിച്ച് പറഞ്ഞാൽ മെയ് 4, 5 തീയതികളിലൊക്കെ ബംഗാളിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് പോവുകയും ഇവരുടെ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ വന്നേക്കാം. മെയ് 4 വൈകുന്നേരം സംഘർഷം ഉണ്ടാകുമ്പോൾ ഇതിൽ ഒരു ഡൗട്ട് ഉള്ളത്, ഈ മമതാ ബാനർജി TMC അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സംഘർഷം ഉണ്ടാകും, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അവർ ഇലക്ഷന്റെ അന്നേ സംഘർഷം ഉണ്ടാക്കാനായിട്ട് ക്രൂഡ് ബോംബുകളും മിസൈലുകളും ഒക്കെ ആയിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ BJP അധികാരത്തിൽ വരുമ്പോൾ ബംഗാൾ എന്ന് പറയുന്ന ഇത്രയ്ക്കും നരകക്കുഴിയായിട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനത്തെ അവർ വികസന സ്വപ്നവുമായിട്ടാണ് വരുന്നത്. വിജയേട്ട ആദ്യം പറഞ്ഞ പോലെ ബംഗാളികളെയൊക്കെ അവിടേക്ക് തിരിച്ചെത്തിക്കുക. കൊൽക്കത്ത എന്ന് പറയുന്നത് ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാർ തന്നെ കൊൽക്കത്തയെ കണ്ടിരുന്നത് ഇത് നാളത്തെ പാരീസ് പോലെയോ ന്യൂയോർക്ക് പോലെയോ ഒക്കെ ആയിത്തീരാം. പിന്നീട് അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നു, അവിടെ എല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തു. അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇവർ കയറുമ്പോൾ തന്നെ വലിയൊരു കലാപമോ വലിയൊരു സംഘർഷമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻഫാക്ട് നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്ര സർക്കാരിന് തന്നെ വലിയൊരു കരിനിഴൽ, ഈ ഒരു ഗുജറാത്ത് കലാപം പോലെ. അപ്പൊ മമത അവിടെ ഇരിക്കുമ്പോൾ കലാപം ഉണ്ടായ പ്രശ്നമില്ല, ആരും മൈൻഡ് ചെയ്യില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അത് ഏറ്റെടുക്കില്ല. പക്ഷേ മോദി അധികാരത്തിൽ ഇരിക്കുമ്പോൾ BJP സർക്കാർ അവിടെ അധികാരത്തിൽ വന്ന അടുത്ത ദിവസം അവിടെ കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്ട് കേന്ദ്ര സർക്കാരിൽ ഉണ്ടാക്കില്ല. അപ്പൊ ഇത് തടയാനായിട്ട് എന്തായാലും ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഇത് തടയാനായിട്ടുള്ള വഴികൾ ഒന്നും തന്നെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ മറ്റാരും നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരം സിമ്പിൾ ആണ്. ഇതിപ്പോ BJPയുടെ കയ്യിലൊന്നും നിൽക്കുന്ന കാര്യമല്ല, ഇത് മോദിയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. കാരണം ഓരോ ഏരിയയിൽ താമസിക്കുന്ന ഹിന്ദുക്കളുണ്ട്. ആ ഹിന്ദുക്കൾ ഇത്രയും കാലം അനുഭവിച്ച ഒരു വലിയ
എന്താണ് അടിയും തിരിച്ചടിയും മർദ്ദനവും കൊലപാതകവും ഒക്കെ അവർ സഹിച്ച് ഇത്ര നാൾ നിന്നതാ. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഉന്മാദ റാലികൾ അവിടെ സ്വാഭാവികമായിട്ട് വരും. മറ്റവർ ഒട്ടും മോശമല്ല. കാരണം നമ്മളിപ്പോ പണ്ടത്തെ കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഏത് പാർട്ടിക്കാരനും ഒരു വീര്യമുള്ളവരാ. കണ്ണൂരെ രാഷ്ട്രീയ പാർട്ടി, അത് BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ തന്നെ ഇതുള്ളവരാണ്. അപ്പൊ അതേപോലെയുള്ള അനവധി പ്രാദേശിക ഘടകങ്ങൾ, ഇത് BJP ഒറ്റയടിക്ക് പ്ലാൻ ചെയ്യുന്നതോ അടിക്കുന്നതോ അല്ലിത്. ഇപ്പൊ വിവിധ ഇടങ്ങളിൽ, ഉൾനാടുകളിലായാലും വിവിധ ജില്ലകളിലായാലും ഇതേപോലെയുള്ള ഒരുപാട് തിക്തഫലങ്ങൾ പേറി ഇല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. പലായനം ചെയ്തിട്ട് മടങ്ങി വരാത്തവരുണ്ട്. അച്ഛൻ നഷ്ടപ്പെട്ട മക്കളുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇത് എക്സാറിയേറ്റ് പറയുന്നതല്ല, ബംഗാളിലെ ചരിത്രമാണ്. നോക്കൂ, കോൺഗ്രസ് സർക്കാർ 1971 അവർ കോൺഗ്രസ് ഭരിച്ചിരുന്നു. അവര് പോയപ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തത്? ഇവന്മാരെ മുഴുവൻ തൂത്തുവാരിയിട്ട് കൊല്ലുകയായിരുന്നു. അവിടെയാണ് ഈ 30 ലക്ഷത്തിന്റെ കണക്കൊക്കെ വരുന്നത്. 30 ലക്ഷം പേർ, ഒന്നും രണ്ടും അല്ല. അതിന് സമ്മതിച്ചു. 25 ലക്ഷം പേരെ കൊന്നൊന്നും ജ്യോതിബാസു തന്നെ സമ്മതിക്കേണ്ടി വന്നു പിന്നീട്. അതിനുശേഷം 2012 ആയപ്പോഴേക്കും മമത വന്നു. മമത എന്താ ചെയ്തത്? അധികാരത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേനും ഈ ഗുണ്ടകളെ മുഴുവൻ തങ്ങളുടെ പക്ഷത്തേക്ക്, ഇടതുപക്ഷത്തിന്റെ ഗുണ്ടകൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ഗുണ്ടകൾ മുഴുവൻ അഴിഞ്ഞാടിയിട്ട് കോൺഗ്രസ്സുകാരെ തല്ലി, CPM-കാരെ തല്ലി നാശമാക്കിയില്ലേ? അങ്ങനെയല്ലേ BJP അവിടെ വളരുന്നത്. ഈ CPM-മാരെല്ലാം കൂടെ പാർട്ടി ഓഫീസ് അടക്കം BJP-യിലോട്ട് പോയി. ചുമന്ന ഓഫീസൊക്കെ പിന്നെ കാവിയായി, ചെങ്കൊടിയുടെ സ്ഥാനത്തൊക്കെ കാവിക്കൊടിയായി. അങ്ങനെ സഹാക്കന്മാരെല്ലാം സ്വയംസേവകരായി മാറുന്നു. അപ്പൊ അങ്ങനെയാണ് അവിടെ BJP കളിച്ചു പിടിക്കുന്നത്. അവരുടെ അണികളിൽ 10 ഒരു 8 പേരും CPM-മാരാണ്, ഈ BJP അണികൾ. ഇവന്മാർ അടികൊണ്ട് തിരിച്ചു വന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അടി തിരിച്ചടി അത് അവിടെ ഉള്ളത്. ഞാൻ അവിടെ ഉദാഹരണം ഈ കണ്ണൂരിൽ വന്ന് പഴയകാല കണ്ണൂരിന്റെ ഒക്കെ ഒരു വീര്യം കണ്ടിട്ടുണ്ടാവില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അവിടെ ആ ഒരു രാഷ്ട്രീയ വീര്യമുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുമുണ്ട്. അപ്പൊ ഇവിടെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിച്ചിലുകൾ. ഇപ്പം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ BJP ജയിക്കുന്നു, തൃണമൂൽ കോൺഗ്രസ്സുകാർ മിണ്ടാതെ അത് അംഗീകരിച്ചു പോകണം. അത് ബംഗാളിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, തൃണമൂൽ ജയിക്കുന്നു. അപ്പം നമ്മുടെ BJP-യുടെ പ്രവർത്തകർ കരുതുകയാണ്, ശരിയായ ജനവിധി അവർക്ക് അനുകൂലമാണ്, ഞങ്ങൾ മിണ്ടുന്നില്ല. നമ്മുടെ കേരളത്തിലൊക്കെ ചിലപ്പോഴൊക്കെ കാണുന്നിട്ടുള്ള ഷോ ഉണ്ടല്ലോ, കൊണ്ട് നാരങ്ങാവെള്ളം കൊടുക്കുന്നു, ലഡു കൊടുക്കുന്നു, കൈ പിടിച്ച് കുലുക്കുന്നു, അഭിനന്ദിക്കുന്നു. അവിടെ ഒന്നും ആ പരിപാടിയില്ല. അത് നടക്കും. പക്ഷെ ഇത്രയും കേന്ദ്രസേന ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു വലിയ കലാപമായി മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇത്തവണ ഇത് കലാപമായി കഴിഞ്ഞാൽ മറ്റു ചില ഭരണതഫലങ്ങൾ കൂടിയുണ്ട്. അതായത് അതിർത്തി ജില്ലകളിന്റെ അപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയാണ് ജയിച്ചിരിക്കുന്നത്. അവിടുന്ന് ഒരു നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ളതോ ഇല്ലെങ്കിൽ അവിടുന്ന് ഒരു വലിയ ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അടിച്ചൊതുക്കപ്പെടും. കലാപം മുൻ കലാപം പോലെ എന്തായാലും ആകുമെന്ന് തോന്നുന്നില്ല. ഈ കൊള്ളിവെപ്പും കൊലയും അങ്ങനെയൊന്നും ആകുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ പലയിടത്തും നടക്കുന്ന സംഘർഷങ്ങൾ സൈന്യത്തിന്റെ വടികൊണ്ടോ വെടികൊണ്ടോ തീരാനുള്ള സാധ്യതകളാണ് കൂടുതൽ. പക്ഷെ ഏതായാലും 2021 58 മരണം എന്നുള്ളത് സംഭവിക്കാൻ സാധ്യതയില്ല, ഇതുവരെ ഇല്ല. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. കേന്ദ്ര സർക്കാരിനും വലിയ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു സീറോയാണ് കൊലപാതകം ഈ 2 ഘട്ടം നടന്നിട്ട്. ബംഗാളിന്റെ ചരിത്രത്തിൽ ആദ്യം കഴിഞ്ഞ തവണ 2021 58 പേര് സമയത്ത് തന്നെ കൊല്ലപ്പെട്ടത്. പിന്നെ കുറെ ഓടിപ്പോയവരൊന്നും കണക്കില്ല. ഇതാണ് ബംഗാളിന്റെ ഒരു ചരിത്രം.